ചന്ദനക്കാറ്റേ പണിതീരാത്ത വീട്. നീലാകാശം കാർമേഘം കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. ഏത് നിമിഷമാണെങ്കിലും മഴ പെയ്യാതിരിക്കാം. ഉണക്കി വെച്ച തുണികളൊന്നും എടുത്തു വെച്ചിട്ടില്ല. സമയമായില്ല എന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്നു ഞാൻ. പരീക്ഷയുടെ ചൂടും പറഞ്ഞ് ബുക്കിൽ തലതാഴ്ത്തിരിക്കുന്ന സച്ചുമൻ. അടുത്ത വീട്ടിലേക്ക് വായി നോക്കാൻ പറ്റിയ സ്ഥലം. ചുമ്മാ ഇരുന്നപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പണി. വായിക്കാൻ ഏറെ ഇഷ്ടമാണ്. എന്നാൽ ഇപ്പം വായന കുറച്ച് കുറവാണ്. എഴുതാനും ഒരുപാട് ഇഷ്ടമാണ്. കവിതകൾ എഴുതാനും ഇഷ്ടമാണ്. ഒന്നിനും സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നിനും മെനക്കെടാറുമില്ല. ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ കയ്യിൽ കിട്ടിയൊരു ബുക്കിൽ മൗനമായി ഇരുന്നു. എന്ത് ബുക്കെന്ന് വെച്ചാൽ ബാലചികിത്സ, കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള ഒരു ആയുർവേദ ബുക്ക്. പിന്നെ ദേ ഈ പച്ചപ്പനെങ്കിൽ അവൻ്റെ വയറ് നിറയ്ക്കുകയാണ്. ജാമ്പക്കത്തോട്ടത്തിൽ ഒരു ജാമ്പക്കത്തോട്ടം, അതിലിന്നു എൻ്റെ കണ്ണ് കിട്ടില്ലല്ലോ. എന്നാൽ അവൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അവൻ്റെ വിശപ്പ് മാറാൻ അത് മതിയാവും. അല്ലൂസിന് 2 കോഴിമുട്ടയൊക്കെ എടുത്ത് എന്തോ അപ്പാപ്പം വേണമെന്ന് പറഞ്ഞ്, അപ്പാപ്പം ഉണ്ടാക്കാൻ എനിക്കറിയാത്തതുകൊണ്ടും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എന്തൊക്കെയോ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. മൈദയുണ്ട്, 2 കോഴിമുട്ടയുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ കലക്കിക്കൂട്ടി എന്തോ ഒരു അപ്പാപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കോഴിമുട്ടയൊക്കെ അലുമോൻ തന്നെ പൊട്ടിച്ചു. കോഴിമുട്ട പൊട്ടിച്ച് നല്ല ശീലമുള്ളതുകൊണ്ട്, അതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിന് നല്ല കറക്റ്റായി എല്ലാം ചെയ്തു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ ആക്കി ഇങ്ങനെ തട്ടിക്കൂട്ടി ഇതിൽ വെച്ചു. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. ഇതിൻ്റെ അവസാനം എന്തായെന്ന് അറിയണ്ടേ? ഒന്നുമില്ല. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ച് ഞങ്ങൾ ഒപ്പിച്ചു. പിന്നെ കാരക്ക ഉണ്ടായിരുന്നു. അപ്പം അതും ചെറുതാക്കി ഒന്നരിഞ്ഞ് അതിൽ വെച്ചു. പിന്നെ ഭാഗ്യത്തിന് അടിയൊന്നും കരിഞ്ഞില്ല. അടിഭാഗം ആട്ടോ ഫസ്റ്റ് കണ്ടത്. ഇത് ഞങ്ങൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ചോക്കോസ് കലക്കി ഒഴിച്ചതാണ്. അലൂസിൻ്റെ ചോക്കോ പൗഡർ കലക്കി ഒഴിച്ചു. എന്നാലും കുഴപ്പമില്ല, വായിൽ വയ്ക്കാൻ പറ്റുമായിരുന്നു. നല്ല സോഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആവശ്യത്തിന് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇതൊക്കെ കഴിച്ചു. അങ്ങനെ അലൂസിന് അപ്പാപ്പം കഴിക്കാനുള്ള ഒരാഗ്രഹമായിരുന്നു. അത് ചെയ്തു കൊടുത്തു. അലൂസിന് നല്ല സന്തോഷമായി. ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെ തീർത്തിട്ടോ. ആർക്കും വെക്കാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ചുമ്മാ ഒരു വീഡിയോ എടുത്തത് നേരം പോക്കിന്.